ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പഴുത്ത പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പുളിയുള്ള പൈനാപ്പിൾ ആണ് കേട്ടോ, മധുരം കുറവുമാണ്. അപ്പോൾ പൈനാപ്പിൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അത് എങ്ങനെയുള്ള പൈനാപ്പിൾ ആണെന്ന് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. പൈനാപ്പിളിന് നല്ല വേവുണ്ട് കേട്ടോ, നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒത്തിരി ഒന്നും വെള്ളം ചേർക്കണ്ട, പൈനാപ്പിളും വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെയൊക്കെ വേവിച്ചെടുക്കുക. പൈനാപ്പിൾ നന്നായി വേവണം കേട്ടോ. പിന്നെ വേണ്ടത് 1 കപ്പോളം തേങ്ങ ചിരവിയതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക കേട്ടോ. ഇത് എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുക് ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി അരച്ച് കഴിഞ്ഞാൽ കടുകിൻ്റെ കൈപ്രസം ഉണ്ടാവും. അപ്പോൾ ഞാൻ കടുക് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കടുക് സെപ്പറേറ്റ് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പൈനാപ്പിൾ കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പൂൺ വെച്ചൊന്ന് ഉടയുന്ന പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കണം. അപ്പോൾ നമ്മൾ സദ്യയിൽ പൈനാപ്പിൾ പച്ചടിയൊക്കെ വിളമ്പുമ്പോൾ ഒഴുകി പോകാത്ത പരുവത്തിൽ വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിച്ച് പൈനാപ്പിൾ വേവിക്കരുത്. അപ്പോൾ ഈ പൈനാപ്പിൾ അധികം മധുരമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ടൊരു ചെറിയ പീസ് ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. നല്ല മധുരമുള്ള പൈനാപ്പിളൊക്കെ ആണെങ്കിൽ അധികം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തേങ്ങയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. അപ്പോൾ നല്ല പുളിയുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാനിവിടെ 1/4 കപ്പ് തൈരാണ് ചേർക്കുന്നത്. പുളി ഇല്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് വേണം ചേർക്കാൻ. നല്ല ക്രീമി പരുവത്തിലാക്കിയിട്ട് ചേർക്കുക. അപ്പോൾ തൈരായിട്ട് തന്നെ ചേർക്കുക, മോരാക്കി ചേർക്കരുത്. പിന്നെ പുളി കുറഞ്ഞ തൈര് എടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തൈര് ചേർത്താൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് വറവിടണം. അപ്പോൾ അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 വറ്റൽമുളകാണ്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയിലോട്ട് ചേർക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഓണസദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എരിവും പുളിയുള്ള ഓണസദ്യ റെസിപ്പികളൊക്കെ കഴിക്കുമ്പോൾ അല്പം മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു ഓണസദ്യ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.